പതിറ്റാണ്ടുകൾ പഴകിയ കക്കാടിന്റെ കോന്തല കഥകളെ പുസ്തകത്തിലേക്ക് പകർത്തി ആമിന പാറയ്ക്കൽ. പാട്ടും ഓർമ്മകളുമായി നാടൊന്നിച്ച് പ്രകാശനം. കക്കാടിന്റെ സ്നേഹസമ്മേളനം മറ്റൊരു ചരിത്രമാകുന്നു. ഖിലാഫത്ത് മുതൽ ലഹളയും കലഹവും കണ്ടതും കേട്ടതും മുതിർന്നവരിലൂടെ നിന്നും സ്വറകളിലൂടെ തെളിഞ്ഞതുമായ തന്റെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കമായ ഓർമ്മകളെ ആമിന പാറയ്ക്കൽ പുസ്തകമാക്കിയത് കാണാൻ നൂറുകണക്കിന് ആളുകളെത്തി. ഗ്രാമീണ ജീവിതത്തിലെ നന്മകളും സ്നേഹവും നേർക്കാഴ്ചകളാക്കി ആമിന പാറയ്ക്കൽ രചിച്ച കോന്തല കിസ്സകൾ കഥാപുസ്തകം പ്രകാശന ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു. പ്രശസ്ത നോവലിസ്റ്റ് BM സുഹറ, സാംസ്കാരിക പ്രവർത്തകനും ദുബായിലെ വ്യവസായ പ്രമുഖനുമായ സുധീർ K നായർക്ക് നൽകിയായിരുന്നു പ്രകാശനം. ശാന്തസുന്ദരമായ മലയോര ഗ്രാമത്തിന്റെ ജീവിതമാണ് ആമിന പാറയ്ക്കൽ തന്റെ കഥാപുസ്തകമായ കോന്തല കിസ്സകളിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് BM സുഹറ പറഞ്ഞു. വാക്കുകൾ കൊണ്ട് ശക്തിപ്പെടുത്തി കഥയിലൂടെ ഇന്ദ്രജാലാനുഭവങ്ങളാണ് ആമിന പാറയ്ക്കൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മുഖ്യപ്രഭാഷകനായ PMA ഗഫൂർ പറഞ്ഞു. ഒരാള് അയാളുടെ ഓർമ്മകൾ എഴുതിയത് അയാളുടെ ഓർമ്മകളാണ്. അത് എഴുതിയിട്ട് ഇങ്ങനെ വായിച്ച് കണ്ണു നിറഞ്ഞത് ഒരേ ഒരു പ്രാവശ്യമാണ്. അത് UA ഖാദർ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എഴുതിയ ഒരു അനുഭവമുണ്ട്. അത് വായിച്ചപ്പോഴാണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ കഥാകൃത്തിനെയും കഥാപാത്രങ്ങളെയും ആദരിച്ചു. ആമിന പാറയ്ക്കൽ, ഇത്തീരുമ്മ കാരശ്ശേരി, ചെറിയക്കൻ കരിമ്പാലൻ കുന്നത്ത്, MT മുഹമ്മദ് ഹാജി, PM മുഹമ്മദ് മൗലവി എന്നിവർ ചടങ്ങിൽ ആദരവേറ്റുവാങ്ങി. വാർഡ് മെമ്പർ എടത്തിൽ ആമിന അധ്യക്ഷയായിരുന്നു. ഹാറൂൺ കക്കാട് പുസ്തകം പരിചയപ്പെടുത്തി. സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഡയറി കുറിപ്പുകളിൽ എഴുതിയിട്ട കക്കാട് കാരശ്ശേരി ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ് കഥയായി എഴുതിയത്. പുസ്തകമായി ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്നില്ല. കക്കാട് നാട് സ്നേഹത്തിന്റെ നാടാണ്. അങ്ങനെ എഴുതി തുടങ്ങി. ആമിന പാറയ്ക്കൽ എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാനിതിങ്ങനെ ഒരു പുസ്തകമായി ഇറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ സുഖമില്ലാത്ത സമയത്ത്, ഉറക്കം വരാത്ത സമയത്ത് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ഓരോന്ന് എഴുതിയതാണ്. അപ്പം ഞാൻ നാട്ടിലെ ചരിത്രങ്ങളും ഉമ്മ പറഞ്ഞു തന്ന ഓരോ വിവരങ്ങളും നമ്മൾ കണ്ടുപഠിച്ചതും ആയിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതിയതാണ്. നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ, കക്കാട് നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. അതുപോലെ തന്നെ നല്ല എല്ലാവരും ഒത്തൊരുമിച്ച്, ജാതിയില്ല, മതമില്ല, വേറില്ല, വ്യത്യാസമില്ല, എല്ലാം കൊണ്ട് ഒരുമിച്ച് കഴിയുന്ന ഒരു നാടാണ് എൻ്റെ നാട്, കക്കാട് എന്ന് പറയുന്ന നാട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നാടിനെ പറ്റി കുറച്ച് എഴുതണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറേശ്ശെ ഇങ്ങനെ എഴുതി. TPC മുഹമ്മദ് ഹാജി, CT അബ്ദുറഹീം, ഹാറൂൺ കക്കാട്, ജാനിസ് ജോസഫ്, അഡ്വക്കേറ്റ് ബുഷ്ര വളപ്പിൽ, ഹുസൈൻ കക്കാട്, MP അസൈൻ മാസ്റ്റർ, PT കുഞ്ഞാലി മാസ്റ്റർ, സലാം കൊടിയത്തൂർ, T അഹമ്മദ് മാസ്റ്റർ, G അബൂബക്കർ, G അബ്ദുൽ അക്ബർ, M അഹമ്മദ് കുട്ടി മാസ്റ്റർ, P ബഷീർ മദനി, ഹാസിർ MT, TP അബൂബക്കർ, റിയാസ് തോട്ടത്തിൽ, P സാദിഖ് അലി, ജനറൽ കൺവീനർ TP അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പുസ്തകത്തിലെ കഥാപാത്രവും പ്രദേശവാസിയുമായ ഇത്തീരുമ്മ കാരശ്ശേരിയുടെ പാട്ട് വ്യത്യസ്തമായിരുന്നു. എൻലൈറ്റ് മീഡിയ, മുക്കം.